ഹായ് ഫ്രണ്ട്സ്, റിൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണിമാങ്ങ അച്ചാറിടുന്ന കാര്യം ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടു കാണുമല്ലോ. നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റിലെ ഞങ്ങൾ കണ്ണിമാങ്ങ പറിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരു വാകത്തിയും തോട്ടിയുണ്ട്. ഇനി ഞങ്ങൾക്ക് കുറച്ച് കയർ വേണം. കയറൊക്കെ എടുത്ത് മാവിൻ്റെ ചുവട്ടിൽ ചെല്ലുമ്പോൾ അടുത്ത വീഡിയോ എടുക്കാവേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ തേടിയ വള്ളി കാലിൽ ചുറ്റി. ഞങ്ങളിനി ഈ കന്നാരയുടെ ഇടയിലൂടെ വേണം മാവിൻ ചുവട്ടിലെത്താൻ. നമ്മുടെ സ്വന്തം പറമ്പിലെ സ്വന്തം മാവിൻ്റെ മാങ്ങയാണ് ഇന്ന് നമ്മൾ പറിക്കുന്നത്. അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. നമ്മളിന്ന് കടയിൽ നിന്ന് കണ്ണിമാങ്ങ വാങ്ങിക്കണമെങ്കിൽ 300 രൂപ കൊടുത്താലേ കിട്ടുള്ളൂ. ഇതാവുമ്പോൾ ആ പ്രശ്നമേ വരുന്നില്ല. ഇത് നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെയുള്ള സ്ഥലമാട്ടോ. രാവിലെയൊക്കെയാണ് നല്ല രസമാണ്. ഇവിടേക്ക് കയറി കഴിയുമ്പോൾ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കേണ്ടവർക്കാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വഴി ഇത്തിരി അടഞ്ഞിട്ടുണ്ട്. കാരണം ഈ കന്നാരയുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടിരിക്കുന്നത് കൊണ്ട് വാക്കത്തി കൊണ്ടുവന്ന അനുഗ്രഹമായി. അപ്പോൾ അതൊക്കെ വെട്ടി മാറ്റിയിട്ട് വേണം അങ്ങോട്ട് കടന്നു ചെല്ലാൻ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ മാവ്. അവിടെ മാങ്ങയൊക്കെ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ മാങ്ങയൊക്കെ പറിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ പരുവത്തിലുള്ള മാങ്ങയാണ് ഏറ്റവും കണ്ണിമാങ്ങ അച്ചാറിന് നല്ലത്. ഈ വലിപ്പം കണ്ടോ, ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും. പിന്നെ അച്ചാറിടുന്നതിനായിട്ട് ഏറ്റവും നല്ലത് നാടൻ മാവിൻ്റെ മാങ്ങയാണ്. അതിനെ വെല്ലാൻ വേറെ ഒരു മാങ്ങയുമില്ല. ഈ നാട്ടുമാവിൻ്റെ മാങ്ങയ്ക്ക് മാത്രമേ ഇത്രയേറെ ചൊനയുള്ളൂ. നോക്കിക്കേ, ചീറ്റി തെറിക്കണത് കണ്ടോ. ഇനി അച്ചാറിടാനായിട്ട് നമ്മൾ മാങ്ങയുടെ ഞെടുപ്പ് ഇങ്ങനെ നീളത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, ഇതേ രീതിയിൽ. ഇതേപോലെ കത്രിക ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുണ്ട്. നന്നായിട്ടും കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയ ഭരണികൾ മാത്രമേ അച്ചാറിടാനായിട്ട് ഉപയോഗിക്കാവൂ. ഞെടുപ്പ് കട്ട് ചെയ്തതിന് ശേഷം മാങ്ങ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ നന്നായിട്ടും തുടച്ച് ഓരോ ഭരണികളിലൂടെ ഇടണം. കുറച്ച് മാങ്ങ, പിന്നീട് കുറച്ച് ഉപ്പുപൊടി, വീണ്ടും മാങ്ങ, ഉപ്പുപൊടി, അങ്ങനെ അടുക്കടുക്കായിട്ട് വേണം നമ്മൾ ഭരണികളിൽ മാങ്ങ നിറയ്ക്കാൻ. കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടതിന് ശേഷം മാങ്ങ അടർത്തിയാൽ ഈ ചൊന പറ്റിയിട്ട് കൈ പൊള്ളാതെയൊക്കെ ഇരിക്കും. കാരണം നാട്ടുമാവിൻ്റെ മാങ്ങയ്ക്ക് നല്ല ചൊനയുള്ളതിനാൽ കൈയൊക്കെ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അത് സംഭവിക്കാതിരിക്കേണ്ടതിന് കയ്യിൽ ഗ്ലൗസ് ഇടുന്നത് ഒത്തിരി നല്ലതാണ്. ഭരണിയിൽ നിറച്ച് മാങ്ങ ഇട്ടതിന് ശേഷം ഏറ്റവും ടോപ്പിലും ഉപ്പിടണം. അതെന്തിനാന്ന് ചോദിച്ചാൽ മാങ്ങയിലെ വെള്ളം ഉപ്പിലേക്ക് ഇറങ്ങി മാങ്ങയ്ക്ക് ഉപ്പ് നന്നായിട്ടും പിടിക്കുന്നതിനാണ്. ആദ്യത്തെ 4 ദിവസം നമ്മൾ മാങ്ങ ഇതുപോലെ ഇളക്കിയിടണം. ഇല്ലെങ്കിൽ മുകളിലത്തെ മാങ്ങ ചീത്തയാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ 4 ദിവസമായ മാങ്ങയാണ്. മാങ്ങയിലെ വെള്ളം നന്നായിട്ട് ഇറങ്ങി മാങ്ങയ്ക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി മാങ്ങയിലെ വെള്ളം ഒട്ടുമില്ലാതെ ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാവുന്നതാണ്. നല്ല വൃത്തിയുള്ള കൈകൾ കൊണ്ട് മാത്രമേ മാങ്ങ ഒഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ കയ്യിൽ ഒട്ടും ജലാംശം കാണുവാനും പാടില്ല. പിന്നെ പീരിയഡ്സ് ആയിട്ടിരിക്കുന്നവർ മാങ്ങയെ തൊടരുതെന്നാണ് പഴയ കാലത്തെ കാരണവന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല, എങ്കിലും അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഭരണി തുറക്കുമ്പോൾ കൂവീച്ചിയൊന്നും ഇറങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യത്തിന് തുറക്കുക, അപ്പം തന്നെ അടയ്ക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇത്തിരി കൂടുതലിടാം, ഒരു കുഴപ്പവുമില്ല. കുറച്ച് കഴിയുമ്പോൾ മാങ്ങയുടെ പുളിയും പിന്നെ ഉപ്പും എല്ലാം കൂടി ഇറങ്ങിയിട്ട് മാങ്ങ കഴിക്കുന്ന പോലെ അതേ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വെളുത്തുള്ളിക്കും ഉണ്ടാവുക. വെളുത്തുള്ളി ഇത്തിരി കൂടുതലിട്ടാൽ ടേസ്റ്റ് കൂടുതൽ കിട്ടാനും നല്ലതാണ്. എന്നും വെച്ച് അധികമായാലും അമൃതം വിഷമ. ഒത്തിരി ഇട്ട് ടേസ്റ്റ് ഉണ്ടാക്കാൻ ആരും ശ്രമിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാങ്ങയിൽ നിന്നും ഊറ്റി പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളം എടുക്കുക. നമ്മുടെ ഭരണിയിലുള്ള മാങ്ങ നേരത്തെ വെള്ളം വേണം. അപ്പോൾ പോരാത്ത വെള്ളം നമ്മൾ അതിലേക്ക്, അതായത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക.
ഇനി ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. നമുക്ക് എരിവ് കുറയാനും കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് അത് കൂടുതൽ ചേർക്കുന്നത്. ഇനി സാധാരണ മുളക് പൊടി കുറച്ച് ചേർക്കുക. മറ്റേതൊരു 1/4 ഭാഗം ഇടുമെങ്കിൽ ഇതൊരു 1/4 ഭാഗം മാത്രമേ ഇടാവുള്ളൂ. ഞാനിന്നിവിടെ അച്ചാറിടുന്നത് 10 കിലോ മാങ്ങയാണ്. അപ്പോൾ അതിനുള്ള മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. കാശ്മീരി പൗഡർ നിങ്ങൾ കണ്ടല്ലോ, 100 ഗ്രാമിൻ്റെ പാക്കറ്റിന് അതൊരു 1/4 ഭാഗം ഇട്ടു, മറ്റേതൊരു 1/4 ഭാഗം ഇട്ടു. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കി അത് വേവാനായിട്ട് അനുവദിക്കുക. മുളക് പൊടിക്ക് നല്ല വേവുണ്ട്, തിളച്ചാൽ മാത്രം പോരാ, ഇരുന്നത് വെന്ത് അത് ആ വെള്ളം കൊഴുത്ത് വരണം. ഇനി ഇതിൽ ചേർക്കേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുരുമുളക്, കറിക്കായ പൗഡർ, ഉലുവായ, കടുക്. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഓരോ കൂട്ടവും അതിലിട്ട് ചൂടാക്കിയിട്ട് വേണം പൊടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുതന്നെയല്ല, ടേസ്റ്റ് കിട്ടാനും വറുത്ത് പൊടിക്കുന്നതാണ് ഉത്തമം. ഓരോന്നും വറുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ 10 കിലോ മാങ്ങയ്ക്കുള്ള പൊടിക്കൂട്ടുകളാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന മാങ്ങ, എല്ലാവരും ഇപ്പം കണ്ണിമാങ്ങ എടുക്കുന്ന പല അളവിലായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. ഉലുവ ഒത്തിരി ചേർത്തിട്ടുണ്ടെങ്കിൽ കഴിക്കും. ഞാനിപ്പോൾ ഇത് 10 കിലോ മാങ്ങയ്ക്കുള്ള ഉലുവയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും. അപ്പം നിങ്ങളിപ്പോൾ 1 കിലോ മാങ്ങയാണെങ്കിൽ ഇതുപോലെ 1 സ്പൂണൊക്കെ ഉലുവ മതിയാവും. അപ്പോൾ 2 കിലോ ആണെങ്കിൽ 1.5 സ്പൂൺ അങ്ങനെയൊക്കെ എടുത്താൽ മതിയാവും. അതിൽ കൂടുതൽ എടുത്താലും മാങ്ങയ്ക്ക് ചിലപ്പം കയ്പ്പ് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുരുമുളക് ഇത്തിരി മുന്നോട്ടിടണം. നിങ്ങൾ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച്. ഓരോരുത്തരും പല രീതിയിൽ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത്. പിന്നെ ഈ കടുക് ചേർക്കുന്ന എന്തിനാണെന്നറിയാമോ? ഈ മാങ്ങയുടെ ഒരു പച്ച കളറുണ്ട്, ആ പച്ചപ്പ് പോകാതിരിക്കാനായിട്ട്, മാങ്ങ അലുത്ത് പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കടുക് ചേർക്കുന്നത്. ഇനി ഈ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പം മിക്സിയിലിട്ട് നന്നായിട്ടും ഇതേപോലെ പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മുളകൊക്കെ വെന്ത് കണക്കിനായിട്ടുണ്ട്, തീ ഓഫാക്കിയിട്ടില്ല. അപ്പം അതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിക്കൂട്ടുകളെല്ലാം കൂടെ നമ്മൾ ചേർത്ത് ഇളക്കുകയാണ്. ഇപ്പോൾ ഉപ്പ് എല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് എരിവും കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ കറിക്കായ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതും തീ ഓഫാക്കാതെയാണ് ഇടുന്നത്. അതിലേക്ക് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇത് എല്ലാം സെറ്റായതിന് ശേഷം നമ്മൾ തീ ഓഫാക്കി ഇടുക. അങ്ങനെ നമ്മുടെ കൂട്ടുകളെല്ലാം ഇട്ട് നമ്മുടെ കറക്റ്റ് എല്ലാം, എരിവ്, ഉപ്പ് എല്ലാം കറക്റ്റാണ്, പൊടിക്കൂട്ടുകളും എല്ലാം കറക്റ്റാണ്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് ഇങ്ങനെ കണ്ടോ, കൊഴുത്തിരിക്കണേ, എല്ലാം മുളക് പൊടിയൊക്കെ വെന്ത് അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഭരണികളിലേക്ക് ഇതേപോലെ കോരി ഒഴിക്കാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഭരണിയിലേക്ക് നമ്മളുടെ കൂട്ടുകളെല്ലാം കറക്റ്റായത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. മാങ്ങ നേരത്തെ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ നന്നായിട്ടും ചൂടാക്കി, പുതിയ തുണിയാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചത്. ആ തുണി കഴുകി ഉണങ്ങി 3ആയിട്ട് മടക്കി ചൂടായിട്ട് തണുത്ത നല്ലെണ്ണയിൽ 2 വശവും മുക്കിയെടുത്തതിന് ശേഷം ഇത് നമ്മളുടെ അച്ചാർ ഭരണിയുടെ മുകളിലേക്ക് ഇതേപോലെ നന്നായിട്ട് നിരത്തി വയ്ക്കുക. എന്തിനാണെന്നറിയോ? മാങ്ങ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ടാണ്. ഈ തുണിയുടെ മുകളിലും കുറച്ച് നല്ലെണ്ണ നമ്മൾ ചൂടാക്കി, തണുത്ത നല്ലെണ്ണയാണ്, അതുകൊണ്ട് കോരിയൊഴിച്ച് നന്നായിട്ടും ഭരണി അടച്ച് വയ്ക്കുക. അങ്ങനെ നമ്മുടെ നാടൻ മാവിൻ്റെ നാടൻ അച്ചാർ ഇവിടെ അടിപൊളിയായിട്ട് എല്ലാ ഭരണികളിലും ആയിരിക്കുകയാണ്. ഇതിൽ ഒരു കെമിക്കലും ചേർന്നിട്ടില്ല, നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ ഈ മാങ്ങ നമുക്ക് കുറേ വർഷം ഒരു കേടുമില്ലാതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, അടിപൊളിയാണ്. പിന്നെ നമ്മൾ കഴിക്കാനെടുക്കുന്ന അച്ചാർ രാത്രി കാലങ്ങളിൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.